ഞങ്ങളുടെ പ്രിയങ്കരനായ MLA പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് നജീബ് കാന്തപുരം, പ്രിയപ്പെട്ട താമരത്ത് ഉസ്മാൻ, പ്രിയപ്പെട്ട മുസ്തഫ അടക്കമുള്ള വേദിയിലിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരുപാട് ഇന്ത്യക്കെന്ന് പ്രതീക്ഷിക്കുന്നു വേണ്ട. വാപ്പാന്റെ ആട് ടോപ്പിലാക്കിയിട്ട് ഇന്നങ്ങട്ട് ആകാശം ഭൂമിയും അല്ലാതെ കണ്ടിട്ടില്ല. മുതലക്കുട്ടിക്ക് നീന്തം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും പെരിന്തൽമണ്ണയിൽ സൂഫിയാക്ക ഒരുപാട് കാലം 1980 ആദ്യമായി നിയമസഭയിലേക്ക് അന്ന് ശക്തമായ ഒരു മത്സരം ഉണ്ടാകുമ്പോൾ ആ കാലത്ത് കോൺഗ്രസും ലീഗും മാത്രം ഒരു മുന്നണിയായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്ന് സൂഫിയാക്കാക്ക് മജീദ് സാഹിബ് മംഗളി നിൽക്കുമ്പോൾ എൻ്റെ വന്യനായ പിതാവ് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ സീതിയാജി ആയിരുന്നു, മഹാനായ CH ആയിരുന്നു, താങ്ങും തണലുമായി ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം ഒക്കെ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയാണ്. പെരിന്തൽമണ്ണക്കാര് എല്ലാം കൊണ്ടും സാറേ, കാരണം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് പട പൊരുത്തിയിട്ടാണ് ഇവിടെ കോൺഗ്രസും ലീഗും ഉണ്ടായത്. ആ ഊർജം ആ ഉസുറും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇവിടെ ഇപ്പൊ നജീബ് ഒക്കെ പ്രിയങ്കരനായ MLA ആയി. ഓനൊരു തകരാറ് എന്താ വെച്ചാല് ഒരു 10 ദിവസം കൂടെ അതുകൂടി പെരിന്തൽമണ്ണക്ക് കിട്ടണമെന്നില്ല. ഓനൊരു തകരാറാണ്. ഓനെ ഈ കോലത്തിൽ ഇപ്പൊ ചെറുങ്ങനെ ഒന്ന് ആ പാതിവിലയിൽ ഒന്ന് പറ്റിയത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞു, ഈ പാതിവില തട്ടിപ്പിന് നിങ്ങൾ എന്തിനാ MLA മറ്റേ ഓഫീസ് പോയി കരിയോര് ഒഴിച്ചത്? ശിവൻകുട്ടിയല്ലേ ഇതിങ്ങനെ പറഞ്ഞത്? എനിക്ക് ഏറ്റവും ഗ്യാരണ്ടി ഉണ്ട്. അത് കേട്ട് കാണാൻ ആ വിദ്യാഭ്യാസ മന്ത്രി ചെറുപ്പക്കാരനായ ഒരു വിദ്യാർത്ഥി പോലുള്ള ഒരു കുട്ടി MLA ഓനത് ഏറ്റെടുത്തു. അതാണ് പേച്ചത്. അല്ല അതിലെന്താ ഉണ്ടായത്? ജീവൻ അതിലെന്താ ഉണ്ടായത്? നിങ്ങൾ തുടങ്ങുക. ഇപ്പൊ നിങ്ങൾ ആരെ ഈ പേടിപ്പിച്ചത്? എനിക്ക് മാർക്സിസ്റ്റുകാരോട് ചോദിച്ചാൽ നിങ്ങൾ ആരെ പേടിപ്പിച്ചത്? നിങ്ങൾ ആ പഴയ അക്രമമൊക്കെ ഉണ്ടല്ലോ, അത് അതേ അർത്ഥത്തിൽ അടിക്കടിയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ തയ്യാറ്. ഒരു ഇഞ്ച് നിങ്ങളോട് പറയില്ല. ഇവിടെ പലർക്കും ഉണ്ടാകും, എന്തിനാ അങ്ങനെ പറയുന്നത്? ഒന്ന് പറയണം നജീബേ, ഇവിടെ അങ്ങനെ വിചാരിക്കണ മാതിരി ഒന്നും നടക്കില്ല. സൂഫിയാക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ ചരിത്രം, ഉസ്മാൻ അറിയാം, ഇവിടെ ആൾക്കാർക്കൊക്കെ അറിയാം. ഇവിടെ ഇവരെ ഇതിനേക്കാളും മുമ്പ് ഒരുപാട് ദുൽമ ഇവിടെ ചെയ്തിന്. അന്നൊക്കെ ഇതിനൊക്കെ നേരിട്ടിട്ട് തന്നെയാണ് UDFും കോൺഗ്രസും ലീഗൊക്കെ ശക്തമായി നിന്നത്. അല്ലാതെ ഇവരെയൊക്കെ എന്താ പറയുക, ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് കാര്യം നേടാനില്ല. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം ഇല്ല. അതിന്റെ എല്ലാ ഇതും കഴിഞ്ഞിട്ട് ഒരു പല്ല് കൊഴിഞ്ഞ സിംഹം പോലെയാണ് ഇപ്പൊ അത്. പഴയ കമ്മ്യൂണിസ്റ്റ് അല്ല അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയല്ല. മുതലാളിത്തത്തിന്റെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സിംഗിളി പാടുന്ന ഓശാന പാടുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അസംബ്ലിയിലൊക്കെ അങ്ങനെ തൊള്ളി നോക്കിയല്ലേ ആ ഗോവിന്ദൻ മാഷല്ലേ ഇങ്ങനെ പറഞ്ഞത്? എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അല്ലേ ഉസ്മാനെ? എന്താ ഭാഷയിൽ പറഞ്ഞാല് ഞങ്ങളെ ക്ലാസ് എടുക്കല്ലേ? ആ ക്ലാസ് എടുത്തിട്ട് അയാൾ പറഞ്ഞത് അത് കഴിഞ്ഞ് അത് വരുമ്പോൾ പിന്നീട് സോഷ്യലിസം വരും. എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അറിയുന്നത്? 150 കൊല്ലം കഴിഞ്ഞിട്ട് കമ്മ്യൂണിസം പിന്നെ തിരിച്ചു വരും. ഞാൻ അസംബ്ലിയിലാണ് പറഞ്ഞത്. അതിങ്ങനെ അണ്ണാക്കിങ്ങനെ തൊള്ളിക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം, ഇങ്ങനെ കഴിച്ചിങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ഞാൻ ചോദിച്ചു. അതായത് പാർട്ടിയാണ് നിങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് ഒരു മനസ്സിലാക്കണ്ടേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 കൊല്ലമായി പ്രതിപക്ഷത്താണ്. 2011 മുതൽ 2016 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ചെയ്ത ജനകീയമായ ഒരു കാര്യങ്ങൾ 2016 തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വാഭാവികമായി പരാജയപ്പെട്ടു. 2021 കോവിഡിന്റെ വെച്ചം പിണറായി കിട്ടി. ലോകത്ത് അമേരിക്കയിൽ ട്രംപ് വെച്ചിട്ട് ബാക്കിയല്ലോ ട്രംപിന്റെ കാലത്ത് ട്രംപ് പോയി, പിണറായി അതുപോലെ തന്നെ 2 രാജ്യങ്ങളിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ അതാത് ഗവൺമെന്റ് തിരിച്ചു വന്നുള്ളൂ. അതിൻ്റെ ഒന്നും ഇവിടെ പിണറായിക്ക് കിട്ടി. അതിന്റെ അനുഭവങ്ങളാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, തെരഞ്ഞെടുപ്പിലൊക്കെ അടുത്ത പ്രാവശ്യം നമ്മൾ വരും. അതിന് നമ്മൾ കോൺഗ്രസും ലീഗും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമ്മളെ വെല്ലാൻ കേരള രാഷ്ട്രീയത്തിൽ ആരുമില്ല. നമ്മളെ തോൽപ്പിച്ചാൽ നമ്മൾ തന്നെയാണ്. അതിനിപ്പോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വളരെ ശക്തമായിട്ട് നിൽക്കണം. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, CPM ഈ ഭരണത്തിന്റെ കാലത്ത് എന്ത് നേട്ടം നമുക്ക് ഉണ്ടായത്? നമ്മൾ അസംബ്ലിയിലൊക്കെ നിങ്ങൾ നോക്കണം, മന്ത്രിമാര് മറുപടി പറഞ്ഞേക്കണം. ഒരാള് സഭയിൽ ഇരിക്കൂല, ഒരു മനുഷ്യന്മാരിരിക്കൂല, ഒരു ഡിമാൻഡ് ചർച്ചയിലിരിക്കില്ല. ഈ കഴിഞ്ഞ നിയമസഭയിൽ PJ ജോസഫ്, സുബിയാക്ക് അറിയാലോ, 50 കൊല്ലമായി കേരള നിയമസഭ അംഗം, 47 കൊല്ലമായി. അദ്ദേഹം ഒരു പാർട്ടിയുടെ ബഡ്ജറ്റിന്റെ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ധനകാര്യമന്ത്രി സീറ്റിലില്ല. അയാൾ കാമ്പില്ല കാര്യങ്ങൾ പറയാം. അനുഭവ സമ്പത്തുള്ള ഒരു പ്രസംഗം.
അതിനാണ് പിറ്റേന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒറ്റൊന്നുമില്ല. എവിടെയാന്ന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം കൂടി അവിടെ പാഞ്ഞാട് വന്നു. കൊടുക്കേണ്ടത് മർമ്മത്ത് കൊടുത്തു. എൻ്റെ വാപ്പ പണ്ട് പറയും കമ്മ്യൂണിസ്റ്റുകാരോട് ഭേദം ഒരു കാര്യമില്ല, അവനെ മർമ്മത്ത് കൊടുത്താലും അവൻ പഠിച്ചോളൂ എന്ന് പറയും. അതേമാതിരിയാണ് ഞാനാണ് പറഞ്ഞുകൂടി എല്ലാവരും വന്നു. കാരണം കേൾക്കാനേ ഓൽക്കൊന്നും കേൾക്കാനില്ല. പിന്നൊക്കെ വൺവയാണ്. നമ്മളിങ്ങനെ ഇല്ലാത്ത ഏതാ പറയുന്നത്, ബഡ്ജറ്റ് ഒരു മറുപടി പറയില്ല. പറയണൊക്കെ ഏതാ ഈ പിന്നെ ചൈനയില്, റഷ്യയില്, കമ്മ്യൂണിസം, ഇതൊക്കെ വേണം പറയാം. ഇവിടെ ഭരണത്തിന്റെ കാര്യങ്ങളോ ഒന്നും പറയില്ല. എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു ഗവൺമെന്റിനെ ഒന്ന് വിലയിരുത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏത് കാര്യം നടക്കുന്നത്? മുനീർ സാഹിബ് കേരളത്തിന്റെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായപ്പോൾ, ഞാൻ ഇവിടെ കുറ്റപത്രമാണല്ലോ, അല്ലാതെ ഞാൻ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായപ്പോൾ എന്തൊക്കെ പദ്ധതി ഉണ്ടായിരുന്നു? താലോലം, ശ്രുതി തരങ്ങൾ, ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു പാവപ്പെട്ട ആളുകൾക്ക്. ആ പരിപാടികളൊക്കെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നിർത്തിവെച്ചില്ലേ? ഇപ്പൊ ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? മന്ത്രി അസംബ്ലിയിൽ പറയാണ് സമയബന്ധിതമായി കുടിശ്ശിക കൊടുക്കുന്നു. സമയബന്ധിതമായി കൊടുക്കാത്തോണ്ടല്ലേ അത് കുടിശ്ശികയായത്. പിന്നെ ആ കുടിശ്ശിക കൊടുക്കാൻ സമയബന്ധമായി കൊടുക്കുന്നതിനാ മന്ത്രി പറയണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മന്ത്രിയുടെ ഒരു പ്രസംഗമാണ്, ധനകാര്യമന്ത്രിയുടെ. ആശാ വർക്കർമാർക്ക് അവിടെ കൊടുക്കുന്നുണ്ടോ? ആരെങ്കിലും സമരം ചെയ്താലോ അതിൻ്റെ ഒക്കെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളാണ് എന്നേ പറയുള്ളൂ. അപ്പുറത്തൊരു മുഖ്യമന്ത്രി ഉണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനെങ്കിലും ഒരു മറുപടി പറയോ. നമ്മളെ കുറുക്കോളി ഒരു ശ്രദ്ധ ക്ഷണിക്കലുണ്ട് അസംബ്ലി. കുറുക്കോളി എന്താ വെച്ചു, ഒരു ആവശ്യമായിട്ട് ഒരു 10-50 കൊല്ലം കഴിഞ്ഞാൽ വരും. നമ്മളിപ്പോ ഈ വന്ദേ ഭാരത് വരുന്ന വിചാരിച്ചില്ലോ, 5 കൊല്ലം കഴിഞ്ഞ് 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് തിരൂർക്ക് എത്തുന്ന ഒരു അവസരം ഉണ്ടായില്ല. അപ്പൊ തിരൂര് മുതൽ നിലമ്പൂര് വരെ ഒരു മെട്രോ ആണെന്ന് പറഞ്ഞിട്ട് കുറുക്കോളി ഒരു ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചു. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താ? അതൊരു MLA ആണ്, ഒരു ജനപ്രതിനിധി നിനക്ക് ആവശ്യം പറഞ്ഞു, അത് അദ്ദേഹത്തിന് പറയാം, അത് പറഞ്ഞ് നടക്കൂല. പിന്നെ പറഞ്ഞു അവസാനം ദേഷ്യം പിടിച്ചിട്ട് ഒന്നും കൂടി പറഞ്ഞു, ഒരു ദശാബ്ദത്തിന് നടക്കൂല. ഇനിയിപ്പോ അയാളെ കേരളയിൽ നടക്കും ഒരു ദശാബ്ദത്തിന് ഇങ്ങനെയാണെങ്കിൽ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഏത് കാര്യം പറഞ്ഞാലും അതിന് അടുത്ത് തട്ടുത്തരം പറയും. ഒരു മാന്യത അല്ലെങ്കിൽ അതിൻ്റെ ആ മറുപടിയിൽ ഒന്നുമില്ല. വളരെ അഗ്രസീവായിട്ടാണ് പറയും. ഒരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ ആ വിഷയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയും അത് നിങ്ങളുടെ മനോനിലയാണ്, നമുക്ക് പിരാന്താണെന്ന് വിചാരിച്ചു. മൂപ്പർക്കല്ല ബുദ്ധി. അപ്പൊ ഞാൻ ഒരു ദിവസം നീ ചോദിച്ചു, എങ്ങൾക്കല്ല ബുദ്ധിയാണല്ലോ പറഞ്ഞാൽ. നമ്മളെന്തേലും പറയുമ്പോൾ നമ്മുടെ മനോനില കൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പൊ അതിനുശേഷം തിരുവഞ്ചൂരിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അവിടെ എണീറ്റു അല്ലേ. ഞങ്ങൾ കേൾക്കണതൊക്കെ അതിനുള്ളിൽ തിരുവഞ്ചൂരാണ്. അതിനുശേഷമാണ് മൂപ്പർ ആ മനോനില നിർത്തിയത്. അറിയാങ്ങള് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് തലക്ക് വെളിവില്ലാതെ തന്നെ. പിന്നെ മൂപ്പർക്കൊല്ല തലക്ക് വെളിവുണ്ട്. പിന്നെ അങ്ങനെ തന്നെ പറയണ്ടേ, ഉടുത്ത വിരാന്തുണ്ട്, ഉടുക്കാത്ത വിരാന്തുണ്ട്. അപ്പൊ അതന്നെ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് പറ്റിയത് നമ്മളോട് പറയാം. അപ്പൊ അപ്പുറത്തുണ്ടാവും ചിലപ്പോ നമ്മൾ ഏതാക്കാൻ മതി അങ്ങനെ പറയണ്ടില്ലേനാണ്. എന്നാലും നമ്മൾ തൊള്ളിയതാണ് പോയി കിട്ടുമല്ലോ. അപ്പൊ നാട്ടുകാരും അറിയാലോ അവളോട് അങ്ങനെ പറഞ്ഞിരിക്കണേ. പണ്ട് ഞാൻ ജലീലിന്റെ അരപ്പെന്ന് വിളിച്ച മാതിരി അതാണ് പോയില്ലേ, കഴിയുന്നതാണ് പോയില്ലേ. എനിക്കത് യാതൊരു കുറ്റബോധം ഇട്ടോ. നിങ്ങൾ ആരും വിചാരിച്ചിട്ട് കാര്യമല്ല. ഓനെ കിട്ടേണ്ടതാണ്, എന്നോ കിട്ടേണ്ടതാണ്. എനിക്ക് അതിന്റെ അവസരം കിട്ടിയെന്നല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓരോ നേതാക്കന്മാരെയും ഒരു പാർട്ടിയും ഇതിനാണ് പോയവരൊക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിക്കണേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ എങ്ങനെ കാണുള്ളൂ, ഒരുത്തരൊക്കെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ എടുക്കുമോ? ഓരൊക്കെ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്ത് ഒരു ലോക്കൽ കമ്മിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു പാർട്ടി ഉള്ള ആൾക്കാരെ അവിടെ മാറ്റി നിർത്തിയിട്ട് ആ കഴിഞ്ഞ അന്ന് കണ്ടുകൾ പാലക്കാട് വന്ന കോൺഗ്രസ് വന്ന ശരീരം അടുക്കും. നമ്മളെ പഴയ കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടായിരുന്നു, മറ്റേ ചാനൽ ചർച്ചക്ക് പോണെ മറ്റേ കൊയിലാണ്ടിക്കാരൻ അനിൽകുമാറെ കൊണ്ടുപോയിട്ട് ഒരു ബോർഡിന്റെ ചെയർമാനാക്കി CPM സംസ്ഥാന കമ്മിറ്റിയിൽ. നിങ്ങൾ ആലോചിച്ചോക്കി, ആ പാർട്ടിയിൽ വന്നവർക്കില്ല, കോൺഗ്രസ് പോണവരൊക്കെ ആണ് എടുക്കുകയാണ്. അതില് ആൺകുട്ടിയായിരുന്നവർക്ക് കിട്ടിയില്ല. ആരെ നമ്മളെ ഇപ്പൊ ഇവിടെ വരുമല്ലോ സന്ദീപ് വാര്യർ, മൂപ്പരെ കിട്ടിയില്ല. അവര് അയാൾക്കില്ലാത്തൊരു കുറ്റമില്ല. നേരെ വെച്ച് അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് പോയിട്ടെങ്കിലോ മഹാപുരുഷനായിട്ട് ഇങ്ങനെ വളർന്നു ഒന്നും ചെയ്തില്ല. അതിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ഒരു നിലപാടുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞത്, അടുത്ത തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും ലീഗിനും അസംതൃപ്തരായ ആളുകളുണ്ടെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും. അപ്പൊ ആ പാർട്ടിന്റെ ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ആ പാർട്ടിയുടെ ഗതികേട് നിങ്ങൾ ആലോചിച്ച് ഇതിങ്ങനെ പറയല്ലേ, ഇത് പറയാ അതിന് യാതൊരു ഉളുപ്പില്ലാതെ പറയാ. അതിന് കുറച്ച് ബാക്ക് സീറ്റിലുണ്ട് ഒരു 10-20 MLA ഇങ്ങനെ കൂക്കുക, ഒരു കൂത്താക്കിന്റെ ഒച്ച ഇങ്ങനെ ഉണ്ടാക്കുക, ഇതെങ്ങനെയാണ് പറയാ. ഇതല്ലാതെ വേറൊന്നുമില്ല. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞ സമയത്ത് എവിടുന്നാണ് ആ കൂത്താക്കിന്റെ ഒച്ച വരുന്നത് വെച്ച് ഇതൊക്കെ തിരിയില്ലല്ലോ. അപ്പൊ നമ്മുടെ K. രാധാകൃഷ്ണൻ പഴയ മന്ത്രി ബഷീർ എന്താ കൂത്താക്കി എന്ന് പറഞ്ഞു കൊടുക്കാറ്. അപ്പൊ ശ്രീരാമകൃഷ്ണ സ്പീക്കറാ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ പറഞ്ഞു. അപ്പൊ ഏത് കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ അസംബ്ലിയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. എന്താണ് അടിയന്തര പ്രമേയം അവതരിച്ച്? ഈ തെരുവ് നായ്ക്കൾ ഇങ്ങനെ നടക്കുക,
പണ്ടൊക്കെ നായ്ക്കളെ കൊല്ലാന്. ഇയാൾ മന്ത്രി ഇങ്ങനെ മറുപടി പറയാണ്, എന്താണ് നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോവുക, പിടിച്ചു കൊണ്ടുപോയിട്ട് 50 സെന്റ് ഇപ്പം മുസ്തഫ ഉണ്ടല്ലോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് 50 സെന്റ് സ്ഥലം വാങ്ങുക, എന്നിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക, അത് ശീതീകരിച്ച ഒരു എയർ കണ്ടീഷൻ ആക്കുക, അവിടെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് 5 നായ്ക്കളെയാണ് ഇവിടുന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ആ നായ്ക്കളെ അവിടെ കൊണ്ടുപോവുക, എന്നിട്ട് അതിന് ബന്ധീകരണം നടത്തുക, 3 ദിവസം അതിനെ നിരീക്ഷിക്കുക, 4ാമത്തെ ദിവസം അത് എവിടെയാണോ പിടിച്ചത് അവിടെ കൊണ്ടുപോയി വിടും ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ച മന്ത്രിനോട്, അല്ല അത് ബന്ധീകരിച്ചാൽ ഗർഭം ഉണ്ടാവില്ല അതല്ലേ ഉള്ളൂ, അത് തൊള്ളോണ്ടൊക്കെ കടിക്കണത്, അതിനെന്താണ് മാർഗം ചോദിച്ചു. ബന്ധീകരണം നടത്തിയാൽ ഞാൻ വേറെ പറഞ്ഞു, ബന്ധീകരണം നടത്തിയാൽ അത് പെറൂല എന്നുള്ളു പറഞ്ഞു. അപ്പം സ്പീക്കർ വന്ന് ആ പെറൂല നിന്റെ മലയാളം എന്ന് പറഞ്ഞു കൊടുത്തുള്ള അറിഞ്ഞാണ്. ഞാൻ അത് പറഞ്ഞെടുത്തു. ശരിയല്ലേ, തൊള്ളോണ്ടല്ലേ കടിച്ചിട്ട് അതിനല്ലേ മാർഗം ഉണ്ടാക്കണ്ടേ? പണ്ട് ഞാൻ പറഞ്ഞു അത് അറബിക്കടലിൽ മഴയുന്നത് മരം ഉണ്ടായിട്ടോ എന്ന് ചോദിച്ചില്ലേ, അതേമാതിരി തന്നെ അവിടെ ചോദിച്ചാൽ അതെന്ത് ചെയ്യാം. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ കുട്ടികളെ മക്കള് ആർക്കെങ്കിലും റോട്ടിൽ കൂടെ നടക്കാൻ കഴിയോ, രാവിലെ നടക്കാൻ കഴിയോ? ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണ്ടേ? ഒരു തീരുമാനം എടുക്കൂല, ഒന്നിനും എടുക്കൂല, എല്ലാം കേന്ദ്രത്തിനൊരു കുറ്റം പറയും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ ആന, പുലി, നിങ്ങളത് ആലോചിക്കുക, മരോര മേഖലയിലേക്കാണ് പോയേക്കണം. നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തുണ്ടല്ലോ മണ്ണാർക്കാട്, നമുക്ക് നിലമ്പൂർ കാടുണ്ടല്ലോ, നിങ്ങൾ പോയി വെക്കണ്ടി. നാട്ടിലെ കൃഷി അത് പന്നി മുഴുവൻ വരുന്നുണ്ട്. പന്നിനെ വെടി വെക്കണമെങ്കിലോ ബാക്കി പൈസ പഞ്ചായത്ത് കൊടുക്കൂല. 900 രൂപ ചെലവ് വരും. അതിന്റെ ഉണ്ട വാങ്ങണം, അതിന് സാധനം വാങ്ങണം, ഇതിന് പൈസ കൊടുക്കണ്ടേ? വെടി വെക്കാൻ ഉത്തരവ് കൊടുക്കും. നമ്മളൊരു വനംവകുപ്പ് മന്ത്രി ഉണ്ട്, ആ കടുവ പുലി കടിച്ചു നിന്ന് വയനാട്ടിൽ നിൽക്കുമ്പോൾ അന്ന് വൈകുന്നേരം മൂപ്പര് ഇങ്ങനെ പാട്ടുപാട് ശശീന്ദ്രൻ. ഇപ്പൊ ആൾക്കാർക്ക് ജോലി കിട്ടും. എങ്ങനെ അറിയുന്നത്? എങ്ങനെയാണ് ഒരു ഗതികേടുകൾ ആലോചിച്ച് വെക്കണം. താൽക്കാലിക ജോലി എടുക്കും. ആരെങ്കിലും വന്യമൃഗങ്ങളോ മറ്റുള്ളവരോ ഒക്കെ ആ കുടുംബത്തിൽ ആരെങ്കിലും കൊന്നുകണമെങ്കിൽ നിങ്ങളത് ആലോചിച്ച് വെക്കണം. ഒരു ഗതികേട് ആലോചിച്ച് നോക്കാണ്. സങ്കടല്ലേ? ആര് ഒരു മറ്റേ കാട്ടുമൃഗങ്ങളെ കൊല്ലാം, അതിനൊരു ഉത്തരവ് കൊടുക്കണ്ടേ? ഉത്തരവ് കൊടുക്കൂല. പന്നി വന്നാൽ ഉത്തരവ് കൊടുക്കൂല. ഇങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് അല്ലേ? നിങ്ങളെ മനോഹര മേഖലയിലാണ് പോലും. ആന വരാക്കുവോ? ആന എങ്ങനെ വരാക്കണത്? ആന അവിടെ കുടിച്ചാൽ തിന്നാൻ വെള്ളമുണ്ടോ? അവിടെ കുടിച്ചാൽ വെള്ളമുണ്ടോ? ആനക്ക് 24 മണിക്കൂർ തിന്നണോ? ആന അവിടെ കൊണ്ട് താഴത്തേക്കൊണ്ട് ഇറക്കും. പണ്ട് പട്ട ഉണ്ടായിന്, അതുപോലെ തന്നെ പിന്നെ മുള ഉണ്ടായിരുന്നു. ഇപ്പൊ കാട്ടിന് മുളയൊന്നുമില്ല, ആന റോട്ടിൽ ഇറങ്ങും. അങ്ങനെ അവിടെ പെറ്റ് പെരുകി എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഇപ്പൊ നമ്മളവിടെ കർണാടകത്തിലാണ് പോയാൽ പറയും ആ വീരപ്പ ഉണ്ടായിക്കണമെങ്കിൽ ഈ ഭാഗം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി അറിഞ്ഞു. അല്ല ഞാനേ തമാശ അറിയാം, നിങ്ങളതിന്റെ ഗൗരവം ആലോചിച്ചോണ്ടേ നിങ്ങൾ പോയി നോക്കണ്ടേ. നിങ്ങൾ രാവിലെ ഒരു 6-7 മണിക്കൂർ വൈക്കള് കഴിഞ്ഞിട്ടാണ് പോയി നോക്കിയാണ്ടല്ലോ 7 മണി 8 മണിക്കും കണ്ട് അത് പോകാൻ കഴിയില്ല. രാത്രി 10 മണി കണ്ട് 9 മണിക്കും കണ്ട് ഇറങ്ങാനും കഴിയില്ല. അവിടെ ഇങ്ങനെ നിൽക്കല്ലേ ഓരോ സാധനം. അതിന്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കാണേ. ഒരു മലയോര മേഖലയിൽ മാത്രമല്ല അതിന്റെ അതിർത്തിയിൽ വരെ വരും ആന പറ്റുന്നത്. ഇതിനൊക്കെ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടോ? ചെയ്യാലോ. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യാം. നല്ല ഇത് ഭിത്തി കെട്ടി കാരണം ആന വരാക്കാൻ സൗകര്യം ഇതൊക്കെ ചെയ്യാം. ചെയ്യണ്ടേ? ഇനി ഫെൻസിങ് ഒരു ഗവൺമെന്റിന്റെ കുറ്റപത്രമുണ്ട്. ആന വരാതിരിക്കാൻ ഈ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട്. 1 കിലോമീറ്ററിന് 8 ലക്ഷം റുപ്യ വരും. അതിന്റെ ഫണ്ട് കൊടുക്കണ്ടേ? അത് കൊടുക്കൂല. അത് കരാറെടുക്കണമെങ്കിൽ ഒരുത്തം പോയി കണ്ട് മലയിൽ പോയി കണ്ടാണ് പണിയെടുക്കണത്. ഓന് പണിക്കല് പിന്നെ കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കൂല, അതിന് ഫണ്ട് കൊടുക്കൂല. പിന്നെ എവിടെ നടക്കുക? എല്ലാ ഫണ്ടും വക മാറി അടിച്ചെലവഴിച്ചു. നിങ്ങൾ ആലോചിച്ചേക്കാണ്. ഏതെങ്കിലും ഫണ്ട് ഉണ്ടോ? ആശുപത്രി മരുന്നിന് പൈസ കൊടുക്കണ്ടോ? കാരുണ്യന്റെ പൈസ കൊടുക്കണ്ടോ? ഏതെങ്കിലും പൈസ കൊടുക്കണ്ടോ? അപ്പൊ ഈ ഗവൺമെന്റ് നിങ്ങളത് ആലോചിച്ചേക്കണേ. എല്ലാവരും കൂടി പിണറായി ഉഷാറാണെന്നൊക്കെ പറഞ്ഞു. നമ്മളെ കുറെ ആൾക്കാരും പറഞ്ഞു ആ പൗരത്വം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും അത് കിട്ടി, മൗര്യമാർക്കും കിട്ടി, എല്ലാവർക്കും കിട്ടി. ഇപ്പൊ എല്ലാവരും അവിടെ പഠിച്ചു. ഇയാൾ പള്ളിക്കാരെ കത്തി പറ്റിയ ഈ സമുദായത്തിന്റെ രക്ഷകനായിട്ട് ആൾ വരുന്നതാണ് കണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണ്ടേ. 980 മലപ്പുറം വെടിവെപ്പിന്റെ ഉത്തരവാദി ആരാ? മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? അറബി ഭാഷ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ? 987 മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠപുസ്തകം ഉണ്ടാക്കി എന്റെ പണ്ട് ആ കാലത്ത് നമ്മൾ സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലേ? എങ്ങനെ എല്ലാ അർത്ഥത്തിനും ഒരു ഗവൺമെന്റ് എന്നാണ് മുസ്ലിങ്ങൾക്ക് ഈ CPM കാലഘട്ടത്തിൽ നീതി കിട്ടിയത്? ശരീരത്തിനെതിരെ ഏറ്റവും സംസാരിച്ച വ്യക്തികളല്ലേ? പാർലമെന്റിൽ അന്ന് പ്രമേയം പാസ്സാക്കിയല്ലേ? അന്ന് നമുക്ക് രക്ഷകരായിട്ട് കോൺഗ്രസ് അല്ലേ? രാജീവ് ഗാന്ധി 401 കോൺഗ്രസ് MP-മാർക്ക് വിപ്പ് കൊടുത്തിട്ടല്ലേ അന്ന് സുപ്രീം കോടതിയിലെ വിധിക്കെതിരെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് അന്ന് ആ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയത്? CPM ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോഴത്തിന് വൈകാരികമായിട്ട് വികാരഭരിതമായിട്ട് അവിടെ പിണറായി പ്രസംഗിക്കും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഞാൻ കൊല്ലത്ത് പോയപ്പോൾ MK പ്രേമചന്ദ്രൻ എന്നോട് പറഞ്ഞു 2-3 സ്ഥലത്ത് ബഷീർ ഇങ്ങനെ പോയിന്റ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ പിണറായി ചെന്നതൊക്കെ എവിടെ? മുസ്ലിം ബെൽറ്റിൽ മാത്രം അവിടെ കണ്ട് വളരെ വർഗീയപരമായിട്ട് മറ്റേ പൗരത്വം കാര്യങ്ങൾ ഒക്കെ
പൗരത്വം ഇയാളാ, അത് കേന്ദ്രമല്ലേ നിയമം, ഇവിടെ എന്താ വരയ്ക്കാൻ ചെയ്യാൻ കഴിയുക, എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിക്കണോ ഏട്ടാ? അവിടെ ഇങ്ങനെ കടന്നിങ്ങനെ എന്നെ പ്രസംഗിച്ചിട്ട് അതേ പോയിന്റിൽ ഇനി 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കില്ല പരിപാടി. ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് നന്നായി പറഞ്ഞു, നല്ല ജനം ഉണ്ടായിരുന്നു, പറയാനൊക്കെ ഞാനും തീർത്ത് പറഞ്ഞു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു കച്ചറല്ല സ്ഥലമാണ്, ആദ്യം തന്നെ ഞാനൊരു വെടിയാണ്ട് പൊട്ടിച്ചു, എനിക്കറിയാം ഇവിടെ കച്ചറല്ലാണ്, അതേ നാണയത്തിൽ നിങ്ങളെ നാട്ടിൽ ഞാൻ നിങ്ങളെ ആൾക്കാരെ പോയി നേരിടുന്നു, ഞാൻ അവിടുന്ന് ആദ്യമായിട്ട് പ്രസംഗിച്ചു. അപ്പൊ പിന്നെ ഒരു ഇതുണ്ടാവില്ലോ, എനിക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ അവിടെ കൊടുത്താൽ മതിയല്ലോ, ഇവിടെ നമ്മളാളെ പോയി പറ്റും. 1 ലക്ഷത്തിനാണല്ലോ, അതൊക്കെ തന്നെ പണി. ഒരു കാര്യം പറയാം, ഇങ്ങോട്ട് കിട്ടിയാൽ ഇത് ഗാന്ധിജി അല്ല കേട്ടോ, ഇത് നമ്മള് നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങനെ നേരിടും. ഒന്നും വിചാരിച്ചാൽ നിങ്ങൾക്ക് കുറച്ചായിട്ട് കമ്മിറ്റ്. അതുകൊണ്ടാ നമ്മളെന്താ പറയുക വെച്ചാല് വളരെ ഉഷാറായിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. പിന്നെ ഇപ്പൊ ഈ കോൺഗ്രസിന് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, കോൺഗ്രസ് പണ്ടേ അങ്ങനെയാണ്, ഓർക്ക് 4-5 ഗ്രൂപ്പില്ലാതെ ഓർക്ക് നിലനിൽക്കാൻ കഴിയൂല, അതുപോലെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കോൺഗ്രസിന്റെ പറഞ്ഞാൽ അങ്ങനെ, കോൺഗ്രസിന് പറയാനൊക്കെ ഓർക്ക് പറഞ്ഞു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലെ എല്ലാവരും കൂടിയാണ് ഒരുമിച്ച് പൊതു ശത്രു നേരിടുന്ന ഒരു ഉഷാറാണ്. അപ്പോൾ നിങ്ങൾ വിചാരണ്ട. 991 കെ കരുണാകരൻ കോൺഗ്രസിന്റെ ലീഡറായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒന്ന് ആറന്മുളയിൽ ഒരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു, ഒന്ന് പേരാവൂരിൽ ഒരു സ്ഥാനാർത്ഥിനെ നൂറുദ്ദീൻ സാഹിബിനെ പ്രഖ്യാപിച്ചു, ഒന്ന് വടക്കേക്കര സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു. 3 സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് കരുണാകരൻ സാറ് അതിനെ എതിർത്തു. അന്ന് ഹൈക്കമാൻഡിൽ അങ്ങനെ തീരുമാനം നമുക്ക് പറ്റൂലാണ്. പിന്നീട് ആ സ്ഥാനാർത്ഥിനായിട്ട് മാരോളത്ത് സരളാദേവിനെ അല്ലെ ആറന്മുളയിൽ നിർത്തി. പേരാവൂര് KP നൂറുദ്ദീൻ മന്ത്രിനെ മാറ്റിയിട്ട് AD മുസ്തഫാനെ സ്ഥാനാർത്ഥിയാക്കി. വടക്കേക്കരയില് MA ചന്ദ്രശേഖരനെ നിർത്തി. 3 ആളാണ് ജയിച്ചു. അതാണ് കോൺഗ്രസ്. അത് കണ്ടിട്ടാണ് ലീഗുകാർ ബേജാറേണ്ട, കോൺഗ്രസ് ആണ് നന്നാവും, അതിലൊരു കുഴപ്പമില്ല. അതെന്താ വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ കാലത്തോളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയിലല്ല. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, തിരുത്തേണ്ടത് തിരുത്തും. ഈ പിണറായിന്റെ കമ്മ്യൂണിസ്റ്റുകാർ മാതിരില്ല. നമ്മൾ 55 കൊല്ലം മുമ്പ് നമ്മളെ നേതാക്കന്മാര് 69 ഓലപ്പം സഖ്യം ചെയ്തിട്ട് നമുക്ക് ഓരോ സ്വഭാവം മുഴുവൻ മനസ്സിലായിക്കണല്ലോ. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ആയിട്ടും ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി 55 കൊല്ലമായിട്ട് ആ മുന്നണിയിൽ നിന്ന് മത്സരിക്കുന്നത്. കോൺഗ്രസിന് ഒരുപാട് നന്മകളുണ്ട്. കോൺഗ്രസിന്റെ ദുഃഖത്തിലും സുഖത്തിലും മുസ്ലിം ലീഗ് പങ്കിടും, മുസ്ലിം ലീഗിന്റെ ദുഃഖത്തിലും സുഖത്തിനും കോൺഗ്രസ് പങ്കായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 975 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ 977 ഇന്ദിരാഗാന്ധി അടക്കം കോൺഗ്രസിൽ പരാജയപ്പെട്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്നും കോൺഗ്രസിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന് പ്രയാസം വന്ന മഞ്ചേരി പാർലമെന്റിൽ KP മജീദ് സാഹിബ് 2004 തോറ്റു. ആകെ മുസ്ലിം ലീഗിന് ഒരു MP. VS അച്യുതാനന്ദൻ അടക്കം കോൺഗ്രസ്സുകാർ മാർക്സിസ്റ്റുകാർ എല്ലായിടത്തും പൂത്തിനെ പച്ച കൊതിപ്പിച്ചുകൊണ്ട് അടുത്ത് നമുക്കൊക്കെ ഭയങ്കര വികാരം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് UP അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷ അഹമ്മദ് സാഹിബ് പൊന്നാനി ലോക്സഭാ മണ്ഡലം നിർദ്ദേശിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാക്കി മുസ്ലിം ലീഗിനെ വാനോളം ഉയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമ്മൾ മനസ്സിലാക്കണം. 10 കൊല്ലം കേന്ദ്രത്തിൽ വിദേശകാര്യമന്ത്രിയായി, റെയിൽവേ മന്ത്രിയായി, അതുപോലെ തന്നെ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയായി കണ്ട് അഹമ്മദ് സാഹിബ് ഭരിച്ചില്ലേ? അത് കോൺഗ്രസ് ഉണ്ടാക്കി തന്ന നേട്ടങ്ങളല്ലേ? ലീഗിന് ഓൾ ഇന്ത്യയിൽ ഒരു മുഖം ഉണ്ടാക്കി തന്നത് കോൺഗ്രസ് അല്ലേ? ആ കോൺഗ്രസിന് ഞാൻ കുറ്റങ്ങൾ പറഞ്ഞു, നമ്മളെ കുറ്റം പോലും പറയില്ലേ? അത് ഞാൻ എന്താ പറയുക, ഇതൊക്കെ ഒരു പൊതു സ്റ്റേജ് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കൊരു തെരഞ്ഞെടുപ്പിന് പോവാണ്, ഇനി പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പൽ ഇലക്ഷനും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വേണ്ടത്. അപ്പൊ കോൺഗ്രസ് നമ്മളെ ഏത് ഘട്ടത്തിലും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് വലിയ പാർട്ടിയാണ്. 45 കൊല്ലം കോൺഗ്രസ് ഭരിച്ചിരുന്നു. ആ 45 കൊല്ലം ഭരിച്ച കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് പക്ഷിയെ പോലെ രണ്ടാമത് തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 50 സീറ്റിലെ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കി. പിന്നെ ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ ആ ആദ്മി പാർട്ടി ഡൽഹിയിൽ മത്സരിച്ച് കോൺഗ്രസ് പിന്തുണ കൊടുക്കാൻ അത് മാർക്സിസ്റ്റുകാർ ഇങ്ങനെ പറയാം. അപ്പോൾ അതിന് നമ്മളെ ആൾക്കാർക്ക് തന്നെ ഏലാക്കിയിട്ട് കാര്യമില്ല. അത് കോൺഗ്രസിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അസംബ്ലി ചോദിച്ച് ഇവരിങ്ങനെ ആ ആദ്മി പാർട്ടി കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. ആദ്യം കെജ്രിവാൾ പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടാണ് കെജ്രിവാൾ അവിടെ അധികാരത്തിൽ വന്നത്. പിന്നെ ആ കോൺഗ്രസ് കെജ്രിവാളിനെ പിന്താങ്ങിയാല് പിന്നെ കോൺഗ്രസ് എന്ന സാധനം അവിടെ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു മുഖ്യ പ്രതിപക്ഷമായിട്ട് വരുമ്പോൾ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയും. ആ ഒരു രാഷ്ട്രീയ കോൺഗ്രസിനുണ്ടാവും. ഇപ്പൊ CPM ബംഗാളില് തൃണമൂൽ കോൺഗ്രസ് ആണ് ആരെ തകർത്തത്? CPM-നെ തകർത്തത്. ആ തൃണമൂലിനെ തകർത്താല് പിന്നെ അവിടെ BJP വരുള്ളൂ. അത് CPM-ന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? കോൺഗ്രസിനെ ഇപ്പൊ എന്തിനാ CPM പിടിക്കുന്നത്? തൃണമൂലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാം, ഒരു കോൺഗ്രസ് തോറ്റാനും പാടില്ല, അല്ല BJP
ജയിച്ചാലും അല്ല കോൺഗ്രസ് തോൽക്കണം എന്നാണ് ഒരു ആഗ്രഹം. എവിടെ കളക്കെ ഗുജറാത്തിൽ തോറ്റപ്പോൾ അസംബ്ലിയിൽ അവരുടെ പ്രസംഗം അങ്ങനെയായിരുന്നു, കോൺഗ്രസ് തോറ്റില്ലേ എന്നുള്ളത്. ഗോവയിൽ കോൺഗ്രസിന് അധികാരം വരാൻ ഇവിടെ ആദ്മി പോയി കണ്ട് അടക്കൊണ്ടേക്കാണ് സ്ഥാനാർത്ഥിനെത്തി. കോൺഗ്രസിന് അധികാരം കളഞ്ഞത് ആരാ? ആദ്മി പാർട്ടി. പഞ്ചാബില് കോൺഗ്രസിനെ തകർത്താരാ? ആദ്മി പാർട്ടി. പിന്നെ ആ കോൺഗ്രസ് വരെ കൂടാൻ പറ്റുമോ? അല്ല നമ്മൾ പറയണോ, എല്ലാവരും പറയും കോൺഗ്രസിന് വലിയൊരു പാർട്ടിയല്ലേ. ആ ഒരു വലിയ പാർട്ടിയാകുമ്പോൾ ആ പാർട്ടിക്ക് ഒരു നയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും 25-30 കൊല്ലം പ്രദേശത്തിരുന്നിട്ടും ഗുജറാത്തില് പ്രതിപക്ഷമായിട്ട് 75 MLA-മാരുടെ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പൊ ആ കോൺഗ്രസിന് ഒരുപാട് നന്മകളുണ്ട്. പിന്നെ ഒരു മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ BJP-ക്കെതിരെയും RSS-നെതിരെയും ശക്തമായി പോരാടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലും അത് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മനസ്സിലാക്കണം. അങ്ങനെ കോൺഗ്രസിന് ഒരുപാട് നന്മകളുണ്ട്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ആരാ താങ്ങാല്? ഈ BJP-ക്കാര്, ഈ RSS-കാര്, ഈ കേന്ദ്ര ഗവൺമെന്റ്, അവരുടെ NIA, IB ഒക്കെ ഒരുപാട് വേട്ടയാടുമ്പോൾ നമുക്ക് താങ്ങായി തളയാൻ നിൽക്കട്ടെ. ഈ പൗരത്വത്തിന്റെ ഇതുണ്ടായിട്ട് ഷഹീദാബാദിലല്ലേ അവിടെ ഡൽഹിയില് ജാമിയ മില്ലിയില് 150 ദിവസം സമരം ചെയ്ത് തിരിഞ്ഞു നോക്കാത്ത ആളാണ് ആര്? കെജ്രിവാൾ. എന്നിട്ട് അയാളെ മെച്ച അവിടെ പറയാൻ പറ്റും? അപ്പൊ നമ്മൾ എതിർക്കേണ്ടടുത്ത് എതിർക്കണം. അപ്പൊ കോൺഗ്രസിന്റെ നയം ഉണ്ടാവും. ഞാൻ കോൺഗ്രസിന്റെ വക്താവായിട്ട് പറയണം. പിന്നെ ഞാനെന്താ വെച്ചാൽ ഇപ്പൊ കുറച്ചൊരു തെറിച്ചില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിക്കാണ് നമുക്കില്ല കണക്ഷൻ. അല്ല അതല്ലേ നജീബിനൊക്കെ ഉള്ളോണ്ട് കുയിന്താണ്. എനിക്ക് തിരിയായിട്ടല്ല. അല്ല ഞാൻ പറയാം. അപ്പൊ കോൺഗ്രസിന് ഒരുപാട് നമ്മള് അവരൊക്കെ അങ്ങനെ അകലങ്ങന്ന് കാണുമ്പോൾ, നമുക്കൊക്കെ അടുത്ത് കാണുമ്പോൾ അവരുടെ ആ സെക്കുലർ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ആ സെക്കുലർ സ്വഭാവം മനസ്സിലാവും. അത് ആ കുടുംബത്തിന്റെ ഒരു മഹത്തായ ഒരു പാരമ്പര്യമാണ്. അപ്പൊ BJP മറ്റൊരു അതിന്റെ കൂടെ CPM നിൽക്കാണ്. CPM-ന് എവിടെയെങ്കിലും കിട്ടുമോ? CPM ഇപ്പൊ ആലോചിച്ചു കാണി, എവിടെ CPM ഉള്ളത്? കമ്മ്യൂണിസ്റ്റുകാരൊന്ന് ആലോചിച്ചു കാണി. എന്റെ പ്രസംഗം ത്രിപുരയിൽ 25 കൊല്ലം ഭരിച്ചു. 25 കൊല്ലം ഭരിച്ചിട്ട് ആ പാർട്ടി പോയി. നിങ്ങൾ ആലോചിച്ചോളണം. നമ്മളൊരു കാര്യം ഈ രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കണം. ഞാൻ എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട്. മധ്യപ്രദേശിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, രാജസ്ഥാനിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഗുജറാത്തിൽ പരാജയപ്പെട്ടു. 25 കൊല്ലം 30 കൊല്ലം പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ടും അവിടെ മുഖ്യ പ്രതിപക്ഷം ആരാണ്? കോൺഗ്രസ് ആണ്. നേരെ 25 കൊല്ലം ത്രിപുരയിൽ വെച്ച CPM അവിടെ പോയി BJP അധികാരത്തിൽ നിന്നു. രണ്ടാമത് 5 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ CPM-ന് സീറ്റില്ല. ബംഗാളിൽ 2011 വന്നപ്പോ 64 സീറ്റ് ഉണ്ടായിരുന്നു CPM-ന്. 2016 33, 2021 വട്ടപൂജയാണ്. അവിടെ കോൺഗ്രസ് സീറ്റ് ഉണ്ട്. അപ്പൊ CPM എന്ന് പറഞ്ഞ സാധനമല്ല, അതും ഇവിടെ അവസാനമുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 2026 നമുക്ക് പറയാം ശ്രീ പിണറായി വിജയനായിരിക്കും നമുക്ക് പറയാം. അപ്പൊ കോൺഗ്രസ് നമ്മുടെ ഐക്യ ജനാധിപത്യം ഉണ്ടെന്ന ഒരുപാട് നേട്ടമുണ്ട്. പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു ബേജാറാണെന്ന് വേണ്ട. ഇനിയിപ്പോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ നമ്മൾ വന്നാൽ സ്ട്രോങ് ആയിട്ട് എല്ലാ രാഷ്ട്രീയ കേസും നമ്മൾ പിൻവലിക്കും. അതിനൊന്നും കുട്ടികളെ ആരും ബേജാറുണ്ട്. ഇവരാരും ഉണ്ടെങ്കിൽ ഞാനൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും അത് പിൻവലിപ്പിച്ചില്ല. അവനാന്റെ കുട്ടികളെ ഇറങ്ങാറാക്കാന്ന് നമ്മൾ അമ്മയിക്കൂല. അപ്പൊ നജീബെ സാങ്കേതികതൊന്നും പറയണ്ട, അതൊക്കെ ആ നേരത്താണ് ചെയ്തോളൂ. രാഷ്ട്രീയം എന്താണ് അവനാന്റെ ഒപ്പം നിൽക്കണവരെ ആദ്യം നിർത്തിയത് മതി. എന്റെ സോഷ്യൽ മീഡിയക്ക് പോലെ നിന്നതാണ് എനിക്ക് പേരോട് പറയാനുള്ളത്. എല്ലാവർക്കും ഒരു തകരാറുണ്ട്. അവനാനെ നോക്കാതെ മറ്റവനെ അടുത്ത് അക്കച്ച ആദ്യം അവനാന്റെ കാലുകൊണ്ട് ഉറപ്പിച്ചിട്ട് മതി മറ്റവന്റെ അടുത്ത് പോലെ. ഈറ്റങ്ങളെ എപ്പോഴും ഉണ്ടാവുള്ളൂ. അതിനകത്ത് ചെറുങ്ങനെ അടിയുന്നത് ഉപദേശിക്കാൻ ഞാൻ ഏറ്റവും നന്നാവില്ല. അതുകൊണ്ടാ അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ MLA നജീബ് ഇപ്പൊ വന്നു 4 കൊല്ലായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് ഇംപ്രഷൻ ഉണ്ടാക്കി. കേരളത്തിന് മാതൃകയായി, ഇന്ത്യക്ക് മാതൃകയായിട്ട് ഒരു IAS അക്കാഡമി. അത് പെരിന്തൽമണ്ണക്കാർക്ക് മാത്രമല്ല മറ്റുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്കും ഒക്കെ ആയി. ഒരുപാട് പുതിയ ഇന്നോവേഷൻ കാര്യങ്ങൾ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നജീബ് കൊണ്ടുവന്നു. അസംബ്ലിയിലാണെങ്കിൽ വളരെ ശക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാനും അതുപോലെ രാഷ്ട്രീയം പറയാനും മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങൾ പറയാനും ഒക്കെ വളരെ ശക്തനായിട്ട് തന്നെ. നിങ്ങൾക്ക് കാര്യം എന്തായാലും നല്ലൊരു MLA-നെ കിട്ടിയ സംഗതി 31 കോടിനാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങളെയും കാത്തു ഓനെയും കാത്തു. അതുകൊണ്ട് കഴിച്ചിട്ടേ അത് ഞാൻ പറയാ. നിങ്ങൾ ആലോചിച്ചാണ് ആ 31 കോട്ട് അതന്നെ മറ്റൊരു പൊട്ടിച്ചുകൊണ്ട് നമ്മൾ ഹൈക്കോടതി കൊണ്ട് കഴിച്ചിലായും ചെയ്തു. പിന്നെ നജീബിനെ പറ്റി ഒന്നും പറയാനില്ലാത്തത് കൊണ്ട്
അവസാനം കിട്ടിയ ഒരു പിടിവള്ളി നിൽക്കാണ് ഈ പാതിവര തട്ടിപ്പോകുന്നത്. നജീബിനോട് നിങ്ങൾ അതിനെ പറ്റി പറയണം നജീബെ, ഒന്നും മൂടിയൊക്കണ്ട, അവനാനിത് ക്ലിയർ ആയിട്ട് പോയാൽ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇത് ആകെ ചെയ്തൊരു ഇത് എൻ്റെ അക്കൗണ്ട് ഇത് വന്ന ആൾക്കാരുടെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ അയക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതല്ലേ തെറ്റേ ഉള്ളൂ, വേറെ തെറ്റൊന്നുമില്ല. അത് പാർട്ടിക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി അണികളും ഒക്കെ UDF എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്കതിന് പറയാത്തത്. അല്ലാതെ ഒറ്റപ്പെടുത്തുന്ന പരിപാടി ഒന്നുമില്ല. ഞാൻ ഒരാളാണ് കുടുങ്ങുമ്പോഴത്തേനും ഓനൊന്നായിട്ടാണ് അമർത്തുന്ന പരിപാടി നമുക്കില്ല. എല്ലാവരും പരിപാടി അങ്ങനെയാണല്ലോ. ഞാൻ അന്നേ വിചാരിച്ചണോ എൻ്റെ മോൻ്റെ പോക്ക് ഉണ്ടെന്നറിയും. എല്ലാവരും പറയും. അപ്പൊ നിങ്ങളത് വിചാരിക്കണ്ട. അപ്പം നജീബ് ഒരു മണ്ഡലം MLA എന്ന നിലക്ക്, ഒരു ജനപ്രതിനിധി നിലക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും പൂർത്തി വിളിച്ചുകൊണ്ട്, മുന്നണിയെയും പൂർത്തി വിളിച്ചുകൊണ്ട് കൊണ്ടുണ്ട്. പണ്ട് ഈ നമ്മുടെ ഇങ്ങനെ കഴിഞ്ഞ് ഒരുപാട് പ്രശ്നം എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അപ്പൊ നമ്മുടെ പാർട്ടിയിലും ചെറിയ ഗ്രൂപ്പും കാര്യമൊന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉണ്ട്, അത് ബാങ്ക് തെരഞ്ഞെടുപ്പിനെ മറ്റിലൊക്കെ ഉണ്ടായിരിക്കണം, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതിനൊക്കെ ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പൊതു ശത്രുവിനെ നേരിടുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പൊ എനിക്ക് അത്രയും കാര്യം പറയണം. അപ്പൊ നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് നിൽക്കേണ്ട. അത് എവിടെയില്ല. നമ്മൾ ഒരുമിച്ച് നല്ല ഐക്യ ജനാധിപത്യത്തിന് 90 സീറ്റുമായി കേരളത്തിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. മറ്റ് പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ് ആയാലും മുന്നണിയായാലും ഗണേശയിലും അതിലേറ്റവും വലിയ ശക്തമായ രണ്ടാമത്തെ പാർട്ടി നിരക്ക് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിനെ അതിനെ നയിക്കാൻ അതിന് ഒരാളായിട്ട് ഞങ്ങളുടെ പാർട്ടി ലീഡർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞാലി സാഹിബിനെ ആ മെയ്വഴക്കം കൊണ്ടും ആ നയം കൊണ്ടും അതെല്ലാവരും കൂട്ടിയോജിപ്പിച്ച് UDFനെ അത് അധികാരത്തിലെത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് പാർട്ടിയും കുഞ്ഞാലി സാഹിബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പാർട്ടി ഒറ്റക്കെട്ടായിട്ടുണ്ടാവും. കോൺഗ്രസും അത് അനുസരിച്ച് ആ ഉയരത്തിലേക്ക് ഒക്കെ എത്തി ഒരുമിച്ച് പോകും. അതൊന്നും പ്രശ്നമല്ല. പിന്നെ അഭിപ്രായങ്ങൾ പലരും പലതും പറയാം. അതൊക്കെ ഇപ്പോൾ എല്ലാം കൂടി നോക്കാൻ പറ്റും. 100 വാപ്പാര മക്കളില്ല. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. ഇതിന് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ചില അഭിപ്രായങ്ങൾ എല്ലാവരും തുറന്നു പറയും. മറ്റേത് ആ പാർട്ടിയുടെ ഉള്ളിലാവും. അതാണല്ലേ ഒരു വ്യത്യാസം. പിന്നെ പറഞ്ഞു തീർക്കുക നല്ലത്. തീർന്നാൽ തന്നെ കുറേയൊക്കെ മനസ്സ് അത് ക്ലിയർ ആയിക്കോളും. അപ്പൊ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇവിടെ ഇപ്പൊ സിദ്ദീഖ് വരാണ്ട്, അതുപോലെ തന്നെ സന്ദീപ് വാര്യർ വരാണ്ട്. ഞാനിത് വന്നത് വെച്ചാൽ നജീബിനോട് പറഞ്ഞു ഒന്ന് വരണത്. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഒരുത്തൻ്റെ കൂടെ നിൽക്കേണ്ടത്, അല്ലാതെ ഓൻ്റെ നല്ല ദർജിയിലല്ല നിൽക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അന്നെ നല്ല ദർജിയിൽ വിചാരിക്കണം ഞാൻ അങ്ങോട്ട് വരണ്ടത്. എൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അത് ഇത് കേട്ടളാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഒരാൾക്കൊരു പ്രയാസം വരുമ്പോഴുള്ളതുകൊണ്ട് അങ്ങനെ ബേജാറാകുമ്പോൾ വേണ്ട. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ നമുക്ക് നേരിടാം. കേരളത്തിൽ ഇത് മാത്രമല്ല, എല്ലായിടത്തും തട്ടിപ്പും കാര്യങ്ങളും. ഈ പാതിവ തട്ടിപ്പിൽ ഒരുപാട് വൻകിടക്കാരൊക്കെ കൂടിയുണ്ട്. ഇപ്പം നമ്മുടെ ബാബു സാഹിബിൻ്റെ മറ്റേ JSS 29 ലക്ഷം റുപ്യാണ് അയക്ക് കൊടുത്തത്. ആ JSSന്റെ MD ആണ് അയക്ക് 10 ലക്ഷം റുപ്യ കൊടുത്തത്. അപ്പൊ ഒരുപാട് ആൾക്കാർ പെട്ടിട്ടുണ്ട്. അപ്പൊ അതില് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നല്ല ഒരു സെറ്റപ്പിൽ വന്നപ്പോൾ അതിന് കൊടുത്തു എന്നുള്ളൂ. അല്ലാതെ MLA അതിൽ വേറെ പങ്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ അടിവരയിടാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പെരുന്തൽമണ്ണക്ക് അതിന്റെ ഒരു അന്തസ്സമയുണ്ട്. ഏത് പ്രശ്നങ്ങളും 980 മുതൽ ശശികുമാറും ഒന്ന് ജയിച്ചു അല്ലേ. പിന്നെ അതിനുശേഷം സൂപ്പിയാക്ക KK തങ്ങളെ മുതൽ 970 മുതൽ നമ്മള് പാലോളിയൊക്കെ തോൽപ്പിച്ചിട്ട് KK തങ്ങളെ മുതൽ അവിടുന്ന് ഇങ്ങോട്ട് സൂപ്പിയാക്ക മുതൽ ഇങ്ങോട്ട് 10-25 കൊല്ലം സൂപ്പിയാക്ക ഇവിടെ MLA ആയിക്കാണ്ട് അങ്ങനെ വന്ന് നമ്മൾ തിരിച്ച് രണ്ടാമത് ഈ മണ്ഡലം തിരിച്ചു പിടിച്ച ഒരു മണ്ഡലമാണ്. അപ്പൊ ആ മണ്ഡലത്തിൽ ഇനി കൂടുതൽ ശക്തിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ആ ഒരു ഈ കൂട്ടായ്മ ഉണ്ടാണോ. ഞാൻ ഇത്ര നിങ്ങൾ ഉഷാറായിട്ട് ഒരു UDF പുതിയൊന്നും സാധാരണ ആളുകൾ കുറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് തെളിവാണ് ഈ സമ്മേളനം എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നമുക്ക് മുനിസിപ്പാലിറ്റി ഒന്ന് കിട്ടാൻ വേണ്ടി നോക്കണം. അത് നമ്മളെക്കാട് വിചാരിച്ചാൽ കിട്ടും. നമ്മൾ ഏതാനും ജനങ്ങൾ പോയി എതിരാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒന്ന് ഉഷാറായിട്ട് പ്രാദേശികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് താങ്ങായിട്ട് മുന്നോട്ട് നയിക്കാൻ നല്ല ചെറുപ്പക്കാരനായ ഒരു MLAയും നിങ്ങളുടെ കൂടെയുണ്ട്. ഒരുപാട് അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരുണ്ട്. അവരൊക്കെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔദ്യോഗികർക്ക് വേണ്ടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്.